അങ്ങനെ ഇന്നെന്റെ ചേച്ചി കുവൈറ്റിലോട്ട് ചേട്ടന്റെ അടുത്തേക്ക് പോവാട്ടാ. ഇത്തിരി വിഷമം അതിനേക്കാളേറെ സന്തോഷവും എനിക്കുണ്ട് ട്ടാ. ചേച്ചി ചേട്ടന്റെ അടുത്തേക്കല്ലേ പോണേ, എന്തിനു വിഷമിക്കണം? എന്നാലും ചേച്ചി അങ്ങോട്ട് പോവല്ലേന്ന് ആലോചിക്കുമ്പോ ഒരു ചെറിയ വിഷമം ഇല്ലാണ്ടില്ല. അങ്ങനെ ടാറ്റ ബൈ ബൈ പറയാൻ സമയമായി ഗൈസ്. ഞാനും ഏട്ടനും കൂടിയാട്ടാ ചേച്ചീനെയും ഉണ്ണിമോനെയും കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിലോട്ട് പോയത്. ഉണ്ണിമോള് പോണില്ല കേട്ടോ, ഉണ്ണിമോൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് പോവാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ടൈം അവളെയും കൂട്ടി ഇവരെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും പോകുന്നത്. അവൾക്ക് വിഷമമൊന്നുമില്ല, അവള് ഹാപ്പിയാണ്. അങ്ങനെ ചേച്ചിയും ഉണ്ണിമോനും പോവാൻ ടൈമായി ഗൈസ്. ആ പോകുന്ന സമയത്ത് ഉള്ളിലൊരു ഒരു വേദന ഉണ്ടാവും. അത് ആര് പോയാലും അതങ്ങനെയല്ലേ. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവര് പോവാണ്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 1:45 അവിടുന്ന് പുറപ്പെട്ടു. വഴിയിൽ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് എത്താൻ പറ്റി. അങ്ങനെ ഒരു 3 മണിയോടുകൂടി അതിൻ്റെ ഉള്ളിലോട്ട് ചേച്ചി പോയി. അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ഒരു വിഷമം, വീണ്ടും വിഷമം വരിക. എനിക്ക് ഇതിനും എൻ്റെ ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. എല്ലാ കാര്യം പറയാനായാലും റീൽസ് എടുക്കാനായാലും എല്ലാത്തിനും എൻ്റെ ചേച്ചിയാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. 3 മാസത്തേക്കായാലും പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വിഷമല്ലേ. പിന്നെ ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പിന്നെ അവിടെ ചെന്നപ്പോ ഫുൾ എല്ലാവരും അങ്ങനെ പോവാനുള്ള യാത്രയപ്പും കാര്യങ്ങളും കരച്ചിലും അവിടെ ഫുൾ ഇതാണ്. അത് കഴിഞ്ഞ് ചേച്ചിനെയും പറഞ്ഞു വിട്ട് ഞങ്ങള് പോന്നു ഗൈസ്. അങ്ങനെ പോന്ന വിഷമത്തില് ഞങ്ങൾ അപ്പുറത്ത് ഇങ്ങനെ പ്ലെയിൻ കാണാൻ പോയി. അതിന്റെ വിഷമത്തില് ഞാനൊരു ഐസ്ക്രീം കഴിച്ചു ഗൈസ്. ഞാൻ ഐസ്ക്രീം തിന്നണേന്റെ ഇടയിലേ ഞാനറിയാണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ പുന്നാര കെട്ടിയവൻ. എനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പിന്നെ റോഡരികൾ ഇങ്ങനെ ആടുകൾ നടക്കണുണ്ടായിരുന്നു. ആടിനെയും കണ്ട് കുറെ പ്ലെയിൻ പോണതും കണ്ട് ഇങ്ങനെ ഇരുന്നു. കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നുട്ടാ. കുറെ ഫ്ലൈറ്റുകൾ പോണത് കണ്ടു. ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു, ഒരുപാട് മെസ്സേജ് വന്നു, കുറെയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോഴേ. അപ്പൊ ഇനിയും നമ്മുടെ വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും, എല്ലാവരും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.